ചോദ്യപേപ്പർ വിഷയത്തിൽ വിവാദം കനക്കുകയാണ്. കോഴിക്കോട് നിന്നുള്ള ചില പ്രതികരണങ്ങളിലേക്ക്. സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സാമുകളിൽ, എൻട്രൻസ് എക്സാമുകളിൽ നമ്മുടെ കുട്ടികൾ പുറകെ പോകുന്നതിന് കാരണം സർക്കാർ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ നടത്തുന്ന, കിടമത്സരങ്ങൾ നടത്തുന്ന, നിയമവിരുദ്ധമായ മത്സരങ്ങൾ നടത്തുന്ന ട്യൂഷൻ സെന്ററുകളുടെ, സ്വകാര്യ ട്യൂഷൻ സെന്റർ ലോബിയെ നിയന്ത്രിക്കാത്തതാണ്. കാരണം ഇതിൽ പ്രവർത്തിക്കുന്നത് വലിയ സാമ്പത്തിക ലോബിയാണ്. ഇതിന് ഇന്നത്തെ കേരളം ഭരിക്കുന്ന ഭരണകൂടത്തിലെ ഉന്നതമായ രാഷ്ട്രീയ ബന്ധങ്ങളാണ് ഇത്തരം സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത്. നമ്മളിപ്പോ പറയുന്ന MS സൊല്യൂഷൻ എന്ന് പറയുന്ന സ്ഥാപനം കൊടുവള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതാണ്. ഷുഹൈബ് എന്ന് പറയുന്ന ആളാണ് അതിന്റെ ഓണർ. ആ ഷുഹൈബ് വിവിധങ്ങളായ ട്യൂഷൻ സെന്ററുകളിൽ ക്ലാസുകൾ എടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഷുഹൈബിന്റെ വളർച്ച? ഷുഹൈബ് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോർത്താൻ അധ്യാപകരെ സമീപിക്കുന്നു, വലിയ പണം ഓഫർ ചെയ്തുകൊണ്ട് അവരെ സ്വാധീനിക്കുന്നു, ചോദ്യപേപ്പറുകൾ വിലക്കെടുക്കുന്നു. എന്നിട്ട് ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ എന്ന പേരിൽ MS സൊല്യൂഷന്റെ യൂട്യൂബ് ചാനലിലൂടെ എക്സാമിന്റെ തലേ ദിവസവും എക്സാം തുടങ്ങുന്നതിന് മുമ്പ് അതിരാവിലെയും വിവരങ്ങൾ പുറത്തുവിടുകയാണ്. അതേപടിയാണ് പിറ്റേ ദിവസം ചോദ്യം ചോദിക്കുന്നത്. 2024 കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ 10 വർഷത്തിനിടെ ചോദിച്ച പാറ്റേണിലല്ല ചോദിച്ചത്. വ്യത്യസ്തമായ ഒരു പാറ്റേണിൽ ചോദ്യം ചോദിക്കുമ്പോഴും ഇതാണ് വരിക എന്നുള്ള 100% ഉറപ്പ്, ഇതേ നിങ്ങൾ പഠിക്കേണ്ടു എന്ന് വളരെ അഹങ്കാരത്തോടെയും ആത്മവിശ്വാസത്തോടെയും MS സൊല്യൂഷന്റെ ഉടമയ്ക്ക് ഷുഹൈബിന് പറയാൻ സാധിക്കുന്നത് എവിടെ നിന്നാണ്? ചോദ്യപേപ്പർ ചോർത്തുന്നത് കൊണ്ട് മാത്രമാണ്. അധ്യാപകരൊക്കെ വലിയ ആശങ്കയിൽ പറയുകയാണ്, ഞങ്ങൾക്ക് പോലും മനസ്സിലാവാത്തത് എങ്ങനെയാണ് ഈ ട്യൂഷൻ സെന്ററുകാർക്ക് മനസ്സിലാവുന്നത്? എന്നിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനെന്ന വ്യാജേനെ ചോദ്യപേപ്പർ ചോർത്തിയ വിവരങ്ങൾ വിദ്യാർത്ഥികളുമായി പങ്കുവെച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു ഹീറോ ആയി മാറി വിദ്യാർത്ഥികളോട് ട്രസ്റ്റ് സമ്പാദിക്കുന്ന ഈ വ്യക്തി വിവിധ ട്യൂഷൻ സെന്ററുകളിൽ മീഡിയേറ്റർമാരെ നിയോഗിച്ചുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ തരാം, നിങ്ങൾ എനിക്ക് ഇത്ര പണം തരണമെന്ന് പറഞ്ഞു. നിങ്ങൾ മനസ്സിൽ ഈ അടുത്ത് കേരളത്തിലെ പ്രമുഖമായ, കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഈ വ്യക്തി പണം കൊടുത്ത് ഈ വ്യക്തി പണം വാങ്ങി ആ സ്ഥാപനത്തിലേക്ക് ചെന്നു. എന്നിട്ട് ആ സ്ഥാപനത്തിന്റെ യൂട്യൂബ് ചാനൽ പറയുകയാണ്, ഇനി ഞാൻ ഇവിടെ ഉണ്ടാവുമെന്ന്. അങ്ങനെ യൂട്യൂബ് ചാനലുകളുടെ മാർക്കറ്റ് കൂട്ടാൻ വേണ്ടി കേരളത്തിന്റെ മേഖലയെ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് കച്ചവടവൽക്കരിക്കുകയാണ് ഈ ഷുഹൈബ് ഉൾപ്പെടെയുള്ള MS സൊല്യൂഷൻ ഉൾപ്പെടെയുള്ള സൈലം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെന്ന് KSU പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിനെ നിയന്ത്രിക്കാൻ കൃത്യമായ നടപടികൾ സ്വീകരിക്കണം. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന്, സർക്കാർ എയ്ഡഡ് മേഖലയിൽ നിന്ന് ഈ മേഖലയിൽ ക്ലാസുകൾ എടുക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാവണം. 1, ഇതിനു പിന്നിലെ സാമ്പത്തിക താല്പര്യങ്ങൾ, വൻകിട സാമ്പത്തിക താല്പര്യങ്ങൾ, കോടിക്കണക്കിന് നിക്ഷേപമുള്ള സ്ഥാപനങ്ങളായി ഇത് വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇതിനു പിന്നിലെ കള്ളപ്പണ ഇടപാടുകളെ പരിശോധിക്കാൻ കൃത്യമായ ഏജൻസികളെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തണമെന്ന് KSU ആവശ്യപ്പെടുകയാണ്. ഒറ്റക്കാര്യം, ഈ യൂട്യൂബ് ചാനലുകൾ പരീക്ഷയുടെ തലേ ദിവസമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിലോ യൂട്യൂബ് ചാനലുകളിൽ വിശകലനം നടത്തുന്ന പ്രവണത അവസാനിപ്പിക്കാൻ ഇത്തരം യൂട്യൂബ് ചാനലുകളെ, എക്സാം തലേ ദിവസവും അതുമായി ബന്ധപ്പെട്ട് വിശകലന യൂട്യൂബ് ചാനലുകളെ ബാൻ ചെയ്യാനും അത് സ്റ്റോപ്പ് ചെയ്യാനുമുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളണം. DD ഉൾപ്പെടെയുള്ള ആളുകൾ നിരവധി തവണ പരാതി നൽകിയിട്ടും അത് ചെവിക്കൊള്ളാനോ അന്വേഷണം പ്രഖ്യാപിക്കാനോ തയ്യാറാവാത്തതാണ് വീണ്ടും ഇത് ആവർത്തിക്കാൻ കാരണം. അതിന് വിദ്യാഭ്യാസ വകുപ്പിന്റെ താല്പര്യം എന്താണ് എന്ന് അറിയാൻ KSUവിന് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ആശങ്കപ്പെടുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ മുഴുവൻ മേളകളും സ്പോൺസർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്, ഇത്തരം സ്വകാര്യ ട്യൂഷൻ സെന്ററുകളാണ്. അവരുടെ വലിയ പണം വാങ്ങിക്കൊണ്ട് കലാകായിക മേളകളൊക്കെ സ്പോൺസർഷിപ്പ് വാങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ ഏജൻസികൾ. അതുകൊണ്ടായിരിക്കുമോ ഇതിൽ പ്രോപ്പറായുള്ള അന്വേഷണം നടക്കാത്തത് എന്ന് KSU ആശങ്കപ്പെടുന്നു. ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തണം. ഇത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട് KSU സമരം നടത്തി. ആ സമരത്തിന്റെ പിറ്റേ ദിവസം DD വിദ്യാഭ്യാസ വകുപ്പിന് അയച്ച റിപ്പോർട്ടാണ്. അതിൽ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി DD പറയുന്നുണ്ട്, കൊടുവള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന MS സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിലെ ഷുഹൈബ്, ഇയാളുടെ നേതൃത്വത്തിലാണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോരുന്നത് എന്ന് കൃത്യമായി DD സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും ഇയാൾക്കെതിരെ ഓണപരീക്ഷ കഴിഞ്ഞ് ഈ നിമിഷമായിട്ടും ഒരു അന്വേഷണം നടന്നില്ല എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇത്തരക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള താല്പര്യമാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് KSU പറയുന്നത്, ഇത്തരക്കാരെ നിരക്ക് നിർത്താൻ, ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇവിടെ പരീക്ഷകൾ നടക്കില്ല എന്ന് അവർക്ക് ബോധ്യമുണ്ടാവണം. അതുകൊണ്ട് KSU ആവശ്യപ്പെടുന്നത് നിലവിൽ നടത്തിയ ഇംഗ്ലീഷ് പരീക്ഷയടക്കം റദ്ദാക്കിക്കൊണ്ട്
ഇതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തി കുറ്റക്കാരെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഈ മാഫിയ പ്രവർത്തനം ഇനിയും ഇവിടെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. വലിയ ഉന്നതമായ രാഷ്ട്രീയക്കാരാണ് ഇവരെ സംരക്ഷിക്കുന്നത് ഭരണതലത്തിലെ. സമരത്തിലേക്ക് പോവേണ്ടി വരും. കാരണം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെ ചിന്താശേഷിയെ, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവ് ഒക്കെ ആർജിച്ചെടുക്കേണ്ടത് നമ്മൾ ഹൈസ്കൂൾ കാലഘട്ടത്തിലും ഹയർ സെക്കൻഡറി കാലഘട്ടത്തിലുമാണ്. ആ കഴിവിനെയൊക്കെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കിയാണ് ക്യാപ്സ്യൂളുകൾ നൽകിക്കൊണ്ട്, പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ നൽകിക്കൊണ്ട്, അതിന്റെ ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥാപനത്തിൽ ഒരു അധ്യാപകൻ ഇന്നലെ ഞങ്ങൾ വിളിച്ചതാണ്. കോപ്പി പിടിച്ചു. രാവിലെ കുട്ടി എഴുതിക്കൊണ്ട് വന്ന കോപ്പി പിടിക്കുകയാണ്. ഒരു വലിയ പേപ്പറാണ്, മുഴുവൻ ഉത്തരങ്ങൾ എന്താണോ എക്സാമിന് ചോദിക്കേണ്ടത് 1 മുതൽ ഏറ്റവും അവസാനത്തെ ചോദ്യം വരെയുള്ള ഉത്തരങ്ങൾ അടങ്ങിയ പേപ്പറുകൾ പിടിച്ചെടുക്കുകയാണ്. ഈ രീതിയിൽ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നത് ഈ ഭരണകൂടത്തിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും സമീപനമാണ്. KSU ഇതുമായി ബന്ധപ്പെട്ട് കേരള ഗവർണർ SP റൂറൽ SP കോഴിക്കോട് വിജിലൻസ് SP എന്നിവർക്ക് KSU പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ചോദ്യപേപ്പർ ചോർച്ചയും ഇതിലെ അധ്യാപകരും ട്യൂഷൻ സെന്ററും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നതരും തമ്മിലുള്ള ബന്ധം പരിശോധിക്കണം. ഇതിനിടയിലുള്ള സാമ്പത്തിക താല്പര്യം, വിദ്യാഭ്യാസത്തെ കച്ചവടം ചെയ്യുന്ന സാമ്പത്തിക താല്പര്യമാണ് ഈ രീതിയിലേക്കുള്ള പ്രവണതകൾ ഇവിടെ ഉണ്ടാവുന്നത്. മത്സരമാണ്. കോടികളുടെ നിക്ഷേപങ്ങൾ ഉണ്ടാക്കാൻ, വരുമാനം ഉണ്ടാക്കാൻ ഇവിടത്തെ പഠിക്കുന്ന മിടുക്കുള്ള വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെ തകർത്തുകൊണ്ടാവരുത് എന്നാണ് അന്ന് KSU പറയുന്നത്. കഴിഞ്ഞ ഓണപരീക്ഷ 2024 ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടല്ല നമ്മളത് പറയുന്നത്. കഴിഞ്ഞ ഓണപരീക്ഷയും അതിന്റെ മുന്നിലത്തെ ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സൈലത്തിന്റെ യൂട്യൂബ് ചാനൽ വന്നായിരുന്നു. കഴിഞ്ഞ ഓണപരീക്ഷയും 2023 ക്രിസ്മസ് പരീക്ഷയും തീർച്ചയായും നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് എന്നോ വിദ്യാഭ്യാസ വകുപ്പ് ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത് എന്ന് നിരീക്ഷിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനും സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ പോലീസ് സംവിധാനത്തിന് സാധിക്കുന്നില്ല. ഇത്തരം യൂട്യൂബ് ചാനലുകളിൽ വിദ്യാർത്ഥികളെ സ്വാധീനിക്കേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ മയക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അശ്ലീല ചോദ്യയോടെ സംസാരിക്കുകയാണ് MS സൊല്യൂഷന്റെ ഉടമയായ ശുഹൈബ്. അതിനുപോലും നടപടിയെടുക്കാൻ, അതുപോലും കണ്ടെത്താൻ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ സാധിക്കുന്നില്ല എങ്കിൽ അത് വലിയ പരാജയമാണ്. നമ്മൾ പറയാറുണ്ട്, ഒരു കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് അറിയുന്നത് വിദ്യാലയങ്ങളിലെ അധ്യാപകർ നടത്തുന്ന കൗൺസിലിംഗ് ആണെന്ന്. എവിടെയാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവണതകൾ അവസാനിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുക്കുന്നത്? അടിയന്തര നടപടികൾ കൈക്കൊണ്ട് ഇത്തരത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ, ക്ലാസ് എടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ, സൈലം ഉൾപ്പെടെയുള്ള MS സൊല്യൂഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ, സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ വർക്ക് ചെയ്യുന്ന ആളുകളെ കണ്ടെത്തി നടപടികൾ സ്വീകരിച്ച് പുറത്താക്കണം. വകുപ്പ് തല നടപടി സ്വീകരിച്ച് അവരെ പുറത്താക്കണമെന്നാണ് KSU ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് വമ്പൻ സ്പോൺസർഷിപ്പുകൾ, ഇവിടത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ മേളകൾ നടത്താൻ വമ്പൻ സ്പോൺസർഷിപ്പുകൾ വാങ്ങുകയാണ്. ആ സ്പോൺസർഷിപ്പ് വാങ്ങുന്നതിന്റെ കടമാണോ ഇവരോട് വഴിപ്പെട്ടുകൊണ്ട് ഇവരെ എന്തും ചെയ്തോട്ടെ, ഞങ്ങൾക്കതൊന്നും പ്രശ്നമല്ല എന്ന രീതിയിൽ സർക്കാർ ഇതിനെ കാണുന്നത്? ഇത് വലിയ വ്യാപകമായ പ്രയാസമുണ്ടായതിനു ശേഷമാണ് സർക്കാർ എന്ത് ചെയ്യുന്നത്, ഇതിൽ ഇടപെടുന്നത്. എന്നിട്ടും കൃത്യമായിട്ട് SP-യോട് ചോദിക്കുമ്പോൾ SP-ക്ക് കൃത്യമായിട്ട് DGP-ക്ക് പരാതി നൽകിയെന്നൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നുണ്ടെങ്കിലും ഇവിടെ വിജിലൻസ് SP-യും ഇന്ന് പറഞ്ഞത് അത്തരമുള്ള പരാതി ഇവിടെ കിട്ടിയിട്ടില്ല. KSU ആണ് ആദ്യം പരാതി കൊടുക്കുന്നത്. പരാതി കൊടുത്തു. കോപ്പി സമരം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ് ഈ വിദ്യാഭ്യാസ ഓഫീസിലേക്കാണ് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് സമരം നടത്തുന്നതിന്റെ ഭാഗമായി KSU ഇന്നലെ വൈകിട്ട് MS സൊല്യൂഷന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തുകയുണ്ടായി. കൊടുവള്ളിയിലെ KSUവിന്റെ നിയോജകമണ്ഡലത്തിൽ പ്രതിഷേധ സമരം നടത്തുകയുണ്ടായി. തുടർ സമര പരിപാടികളുമായി സർക്കാർ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം, ഒന്ന്, ഇത്തരം ഓൺലൈൻ ചാനലുകളെ 2 ദിവസം കൊണ്ട് നിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ്. സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് KSU നോക്കിക്കാണുന്നത്. അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ KSU കൃത്യമായ സമര പരിപാടികളുമായി
കാരണം ഇത് വെച്ച് ഓർപ്പിക്കാൻ സാധിക്കില്ല. ഇത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കൊള്ളയടിക്കുന്നതിന് തുല്യമാണ്. 2 ദിവസം കാത്തിരിക്കില്ല. ഞങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് 2 ദിവസം. അടുത്ത എക്സാമിന് മുന്നേ ഞങ്ങളത് വെയിറ്റ് ചെയ്യാണ്. അടുത്ത എക്സാം നാളെയാണ്. എന്ത് നടപടിയാണ് ഉണ്ടാവുക നോക്കണം. KSU സംസ്ഥാന പ്രസിഡന്റുമായിട്ട് സംസാരിച്ചിരുന്നു. KSU പിന്നെ നാളെ മുതൽ ആ സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. SP-ക്കും വിജിലൻസ് SP-ക്കും കേരള ഗവർണർ. ഓക്കെ, താങ്ക് യു.